ഇത് ആയൂരിലെ ഒരു വിശ്രമ കേന്ദ്രമാണ്. കഴിഞ്ഞ 2 വർഷക്കാലമായി കെട്ടിടം പണി തുടങ്ങിയിട്ട്. KSTP സൗജന്യമായി നൽകിയ ഭൂമിയിലാണ് ഗ്രാമപഞ്ചായത്തും ശുചിത്വ മിഷനും സംയുക്തമായി 40 ലക്ഷം രൂപയിലധികം ചിലവിട്ടുകൊണ്ട് പണികൾ നടത്തുന്നത്. കെട്ടിടം പണി തുടങ്ങിയപ്പോൾ തൊട്ടടുത്തുള്ള വസ്തു ഉടമ കോടതിയിൽ പരാതി കൊടുത്തു എന്നാണ് കേൾക്കുന്നത്. പരാതി കൊടുത്തിട്ട് വർഷങ്ങൾ കഴിഞ്ഞു. ഈ പരാതി പരിഹരിക്കുവാനോ മറ്റൊരു നിയമ സംവിധാനത്തിലേക്ക് പോയി കെട്ടിടം പണി പൂർത്തീകരിക്കുവാനോ ഗ്രാമപഞ്ചായത്തിന് ഇതുവരെയും കഴിഞ്ഞിട്ടില്ല എന്നാണ് നാട്ടുകാർ പറയുന്നത്. ആയൂരിൽ തിരുവനന്തപുരം റോഡ് സൈഡിൽ കണ്ണായ സ്ഥലത്താണ് കെട്ടിടം പണി തുടങ്ങിയത്. വെറുമൊരു പരാതിയുടെ പേരിൽ ഒരു നടപടിക്രമങ്ങളും പൂർത്തീകരിക്കുവാൻ കഴിയുന്നില്ല എന്ന് പറഞ്ഞാൽ ആരും വിശ്വസിക്കുകയുമില്ല. 2 നിലകളിലുള്ള കെട്ടിടമാണ് പണിയുന്നത്. ഒരു നിലയെങ്കിലും പൂർത്തീകരിച്ച് ജനങ്ങൾക്ക് തുറന്നു കൊടുക്കുവാൻ കഴിയാത്തത് നാണക്കേട് തന്നെയാണ്. വഴിയോര വിശ്രമ കേന്ദ്രം എന്ന പേരിന് തന്നെയാണ് നാണക്കേട്. പ്രാഥമിക സൗകര്യത്തിന് വേണ്ടിയുള്ള സെപ്റ്റിക് ടാങ്ക് കൊണ്ടുവച്ചിട്ട് 6 മാസം കഴിഞ്ഞു. അവിടം കാട് മൂടി ടാങ്കും കാണാനില്ലാത്ത സ്ഥിതിയായി. ഇതിനിടയിൽ കോൺഗ്രസ് പാർട്ടിയുടെ പ്രതിഷേധവും വന്നു. വിശ്രമ കേന്ദ്രത്തിൽ വലിയ ഒരു റീത്തും വെച്ചു. ഏതായാലും കെട്ടിടത്തിൽ ആളുതാമസമില്ലെന്ന് പറയരുത്. 2-3 ആളുകൾ തന്നെ ഇവിടെ സ്ഥിരമായി താമസിക്കുന്നുണ്ട്. അശയൊക്കെ വലിച്ചു കെട്ടി തുണിയൊക്കെ കഴുകി ഉണക്കി സ്വന്തം വീട് പോലെ സംരക്ഷിച്ചു പോരുകയാണവർ. അങ്ങനെയെങ്കിലും ഈ കെട്ടിടത്തിനൊരു നാഥൻ ഉണ്ടാവുന്നു എന്ന് കേൾക്കുന്നത് തന്നെ വലിയൊരു ആശ്വാസമാണെന്നാണ് നാട്ടുകാർ പറയുന്നത്. വഴിയാത്രക്കിടയിൽ യാത്രക്കാർക്ക് ലഭിക്കേണ്ടുന്ന സൗജന്യ സേവനം ലഭിക്കാതെ പോകുന്നത് ശരിയായ ഒരു നടപടിയല്ല. ശബരിമല തീർത്ഥാടന കാലമായിട്ട് പോലും ഇതിന്മേൽ ഒരു അവസാന നടപടി ഉണ്ടാകാത്തതും ദൗർഭാഗ്യകരമാണ്. ജനങ്ങൾക്ക് ലഭിക്കേണ്ടുന്ന ഇത്തരം സൗജന്യ സേവനങ്ങൾ നടക്കാതെ പോകുന്നത് അധികാരികൾ കാണാതെ പോകരുത്. പൃഥ്വിവിഷൻ ന്യൂസ്, ആയൂർ.